നമ്മളുടെ വിജയണ്ണൻ ബൈക്കേറ്റ് വെള്ളച്ചാട്ടം എവിടെയെന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാ നമുക്കത് കാണാൻ പോയല്ലോ. സംഭവം വരുന്നത് മഹാരാഷ്ട്രയിലാണ്. എറണാകുളത്ത് നിന്ന് എടുക്കുന്ന പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കയറി നമുക്ക് ആദ്യം പോണത് പനവേലിലോട്ടാ. മൊത്തം 24 മണിക്കൂർ യാത്രയായി വരുന്നത്. രാത്രി കയറിയത് കൊണ്ട് തന്നെ കയറിയത് ഒറ്റ ഉറക്കമായിരുന്നു. ശവത്തെ കുത്തരുത്. പിന്നെ പതിവ് പോലെ തന്നെ പേസ്റ്റിന് വേണ്ടി രാവിലെ തെന്നിക്കൊണ്ടിരുന്നു. പിന്നെ റെയിൽവേയില് VIP ഫുഡ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ ബ്രെഡ് ജാമും കയ്യിൽ വെച്ചു. അല്ലെങ്കിൽ പണി പാളും. എന്തോ ഭാഗ്യത്തിന് ടോയ്ലറ്റ് വൃത്തിയുള്ളതുകൊണ്ട് പരിപാടി സ്മൂത്ത് ആയി കഴിഞ്ഞു. മെയിനായിട്ട് യൂണിവേഴ്സിറ്റിയും സ്നാക്സ് ഒക്കെ ആയിട്ട് സമയം അങ്ങനെ പോയി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ എല്ലാവരും ജീവിയെ പോലെ കൊച്ചുത്സവം വായിച്ചിരുന്ന സംഭവം ജാലിയായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ സംഭവം ട്രെയിനിനകത്ത് കുറച്ചൊക്കെ ബോർഡിച്ചെങ്കിലും ട്രെയിൻ പിടിച്ചിട്ടോടെ ഇറങ്ങിയിട്ട് കോപ്രായം കാണിച്ചിട്ടും കയ്യിലുള്ള ഫുഡെല്ലാം അടിച്ച് തീർത്ത് പിന്നെയും ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു മഴയൊക്കെ വന്നപ്പോൾ ജാളിയായിട്ട് ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചും ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ പുലർച്ചെ പനവേൽ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെയുള്ള AC വെയിറ്റിംഗ് ഹാളിൽ ഞങ്ങളങ്ങ് കൂടി. AC യുടെ തണുപ്പ് കൂടിയോണ്ട് തന്നെ ഉള്ള പുതപ്പ് വെച്ചിട്ട് ഓണം പോലാക്കി. രാവിലെ ഫ്രഷ് ആയിട്ടൊക്കെ അവിടെ നേരത്തെ തന്നെ ഇറങ്ങിയ പോരാത്തതിന് ഞങ്ങൾക്കിനി പോകേണ്ടത് മൺഗാവ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. സോ ഞങ്ങൾ ബാഗേജ് എല്ലാം പനവേൽ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂമിൽ വെച്ചു. സേഫ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കേൾക്കുന്ന ശബ്ദം അതന്നെയാ നമ്മള് രാവിലെ കഴിച്ചു. അങ്ങനെ പനവേലിൽ നിന്നുള്ള ട്രെയിനിൽ ഭായിമാരോട് അടിയുണ്ടാക്കിയിട്ട് ഉള്ളിൽ കയറി. അവിടെ നിന്ന് 2 മണിക്കൂറിന്റെ യാത്ര ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒരു മാൾ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്നാക്സ്, പിന്നെ വടാപ്പാവിന്റെ കാര്യം പറയണ്ടല്ലോ. മൺഗാവ് എത്തിയ ഉടൻ തന്നെ ഞങ്ങള് വെളിയിൽ വന്നിട്ട് കുമ്പെ എത്താനുള്ള പരിപാടി നോക്കി. ഈ ഓട്ടോക്കാരെ അവിടെ നിന്ന് കിട്ടിയതാ. അവിടുന്ന് വാട്ടർഫാൾസ് വരെ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. പോവാനും വരാനും അവിടെയുള്ള വെയിറ്റിംഗ് ചാർജ് അടക്കമാണ് പുള്ളി 1500 വന്നു. ഞങ്ങളൊരു 8 പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ലാഭമായി തോന്നി. പിന്നെ ഞങ്ങള് മുംബൈയിലോട്ടുള്ള യാത്ര തുടങ്ങി. ഓട്ടോ ഹൈടെക് ആയതുകൊണ്ട് തന്നെ എവിടെ കാല് കിട്ടിയാലും സെറ്റിക് ആവുക. ഹിന്ദി പഠിച്ചിരിക്കുന്നത് നല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ ഫുഡ് കഴിക്കാൻ കയറിയാലും അവിടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിരിക്കും വടാപ്പാവ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുക്കും. പിന്നെ അവസാനം ഞങ്ങള് പറഞ്ഞത് കടക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഉള്ള സാധനം കൂടെ എടുക്കാൻ പറഞ്ഞത് അതായി കാണും. പിന്നെ അണ്ണന്റെ കൂടെ വണ്ടിയിൽ ഞങ്ങൾ കയറി ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടങ്ങി. ഇത് ആ കാണുന്ന മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. വണ്ടി പഴയതാണെങ്കിലും നല്ല പുള്ളിങ് കേട്ടോ. പിന്നെ വഴി കാണുന്ന എല്ലാവരോടും ഒരു ഹായൊക്കെ പറഞ്ഞ് ജാളിയായിട്ട് വിട്ട് നമ്മൾ മല കയറി നേരെ ചെല്ലുന്നത് ഒരു തുരങ്കത്തിലോട്ടാ. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയതും ആ തുരങ്കമാണ്. കാരണം ഇതിന്റെ ചരിത്രം എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ടു. ഒരു ആധുനിക സൗകര്യം ഇല്ലാതെ ഇത് ഇത്രയും കാലം നിലനിന്നോ എന്ന് ആലോചിച്ച് തന്നെ അത്ഭുതപ്പെട്ടു. ഇതിന്റെ അപ്പുറം കിടന്ന് വേണം നമുക്ക് ആ വാട്ടർഫോൾസ് കാണാൻ. തുരങ്കം കഴിഞ്ഞ് നേരെ പോകുന്ന വാട്ടർഫോളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിലും മോട്ടോണ് ഞങ്ങളെ നേരെ കൊണ്ടുപോയത് മെയിൻ വ്യൂ പോയിന്റിലോട്ട്. അവിടെ നിന്ന് ഉള്ളിലോട്ട് പോയാൽ കിട്ടാവുന്ന മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വിജയണ്ണൻ നിന്ന സ്പോട്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള തപ്പലായിരുന്നു അടുത്ത്. സംഭവം താഴേക്കുള്ള വഴി മൊത്തം കാട് മൂടി കിടക്കുമായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. കുറച്ച് കുത്തനെയുള്ള ഇറക്ക, ഗ്രിപ്പൊന്നുമില്ല, ശ്രദ്ധിച്ച് ഇറങ്ങണം എന്നേ. ഇറക്കം കഴിഞ്ഞതും പിന്നെ ഒരാൾ നടക്കേണ്ട വഴിയാ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പുല്ല് കാരണം സ്പേസ് തോന്നുമെങ്കിലും പുല്ലിലൊന്നും ചവിട്ടാൻ പറ്റത്തില്ല, കാരണം താഴേക്ക് പോകും. അവസാനം വരുന്നതാണ് ആ ഫൈനൽ പോയിന്റിലേക്കുള്ള കയറ്റം. ഇതുവരെ വന്നതിൽ വെച്ച് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, പക്ഷെ ശ്രദ്ധിച്ചു പോകണം, കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മൊത്തം കൊക്കയാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ ആ വ്യൂ പോയിന്റിലോട്ട് എത്തി. ആൻഡ് ദ വ്യൂ ഈസ് റിയലി ഓസം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ ഭംഗി എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആ സ്പോട്ടിൽ നിന്നുള്ള വ്യൂ അത് അത്രയ്ക്ക് മനോഹരമായിരുന്നു. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു കയറി. പിന്നെ വാട്ടർഫോളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും പോയി കുറച്ചു നേരം ആ ഗുഹയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് അവിടുന്ന് നേരെ പനവേലിലോട്ട്. അവിടെയാണല്ലോ ഞങ്ങൾ ബാഗ് വെച്ചിട്ടുള്ളത്. സോ ബാഗ് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടായ മാതേരാനിലോട്ടാണ് പോകുന്നത്.